തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകളിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു സുന്ദരമായ വചനഭാഗം പങ്കുവയ്ക്കുന്നത് മർക്കോസ് സുവിശേഷകനാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം, സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗങ്ങൾ. സാധിക്കുന്നവർ ഈ സമയം ബൈബിൾ കയ്യിലെടുത്ത് നമുക്ക് ഒരുമിച്ച് വായിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകം പ്രാപിക്കാം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഇതാ, നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അവൻ നിന്റെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിനെന്ന് യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. മർക്കോസ് സുവിശേഷകൻ സുവിശേഷം ആരംഭിക്കുന്നത് സ്നാപക യോഹന്നാന്റെ ഒരു വലിയ പ്രഭാഷണത്തോടു കൂടിയാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചാൽ വലിയൊരു കൺവെൻഷൻ വേദി, സ്നാപക യോഹന്നാന്റെ കൺവെൻഷൻ വേദി മരുഭൂമിയിലാണ്. മരുഭൂമിയിലെ കൺവെൻഷൻ വേദിയിൽ നിന്നുകൊണ്ട് സ്നാപക യോഹന്നാൻ പ്രസംഗിക്കുകയാണ്. എന്താണ് സ്നാപക യോഹന്നാൻ പറയുന്നത്? വഴി ഒരുക്കുവിൻ, വഴി ഒരുക്കുവിൻ. കാരണം ദൈവത്തിന് വഴിയില്ല, അതുകൊണ്ട് വഴി ഒരുക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷൻ വേദിയിൽ നിന്നുകൊണ്ട് സ്നാപക യോഹന്നാൻ പ്രസംഗിക്കുകയാണ്, വഴി ഒരുക്കുവിൻ. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വഴിയെക്കുറിച്ചും വഴികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അധികം പറയേണ്ടതില്ലല്ലോ. ഞാൻ ഓർക്കുന്നത്, എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്ന വലിയൊരു സാമൂഹിക പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? വഴിപ്രശ്നമാണ്. കാരണം 5 സെൻറ്റ് 10 സെൻറ്റ് 15 സെൻറ്റ് ഇങ്ങനെയൊക്കെ കുറച്ച് പുരയിടങ്ങൾ മാത്രമാണ് ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? എല്ലാ വീട്ടുകാർക്കും വഴി വേണം. ആര് വഴി കൊടുക്കും? അപ്പോൾ വഴിക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം കാലാകാലങ്ങളായി പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നുണ്ട്. നമുക്കൊക്കെ നന്നായിട്ട് പരിചയമുണ്ട്. വഴി ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് വീട്ടിലേക്കൊക്കെ ഇപ്പോഴും വഴി കിട്ടാത്തവർക്ക് ഞാൻ ഈ പറയുന്നത് നന്നായി മനസ്സിലാകും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: ഒരു സ്വരം ഉയർന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴി ഒരുക്കുവിൻ, വിജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിൻ. എന്ന് പറഞ്ഞാൽ കൃത്യമായി യേശയ്യാ പ്രവാചകൻ പ്രവചിച്ച ഒരു കാര്യം പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാൻ പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിന് വഴി വേണം. ഇതൊരു പ്രശ്നമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവൻ ഇതാ ഒരു വഴിക്ക് വേണ്ടി നമ്മളോട് പറയുകയാണ്. ഈ ക്രിസ്മസ് കാലയളവിൽ ധ്യാനിക്കേണ്ട വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ദൈവത്തിന് വഴിയില്ല. അതുകൊണ്ട് നമ്മൾ വഴി ഒരുക്കണം. സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന പ്രവാചകൻ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ചേർത്ത് നിർത്തുന്ന വലിയ ഒരു പ്രവാചക ശുശ്രൂഷകനാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൻ്റെ ചരിത്രം വായിച്ചു വരുമ്പോൾ രാജാക്കന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നിലച്ചു. പിന്നീട് വ്യക്തികളിലൂടെ ദൈവം സംസാരിക്കുന്നില്ല. അങ്ങനെ നിശബ്ദമായ ഒരു കാലഘട്ടം, ഏകദേശം 400ഓളം വർഷങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷം ദൈവം ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നത് എന്താണ്? സംസാരിക്കുന്നത് ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. ദൈവത്തിന് വഴിയില്ല, അതുകൊണ്ട് വഴി ഒരുക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മൾ ഇപ്പോൾ ധ്യാനിക്കുമ്പോൾ
ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണിത്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എത്രത്തോളം വഴി ഞാൻ കൊടുത്തിട്ടുണ്ട്? ഇപ്പോൾ ഉള്ള വഴി മതിയോ, അതോ അല്പം കൂടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ വഴി കൊടുക്കണ്ടേ? നമ്മുടെ മുമ്പിൽ വചനം ധ്യാനിക്കുമ്പോൾ മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം വളരെ ശ്രദ്ധേയമാണ്. ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതാ, നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിന്റെ മുമ്പേ പോയി നിനക്ക് വഴി ഒരുക്കും. നിനക്ക് ഒരു വഴി ഒരുക്കും. ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ വഴിയടഞ്ഞപ്പോൾ ഒരു ദൈവദൂതനെ പോലെ ഇതാ സ്നാപക യോഹന്നാൻ നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, ഈ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ അടഞ്ഞുപോയ വഴികൾ നമുക്ക് തുറക്കാം, വഴി നമുക്ക് തുറക്കാം. ആഗമനകാലം വഴി ശരിയാക്കേണ്ട കാലഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, അതല്ലേ നമ്മുടെ ദൗത്യം? മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ പറയുന്നു, പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. വഴി ഒരുക്കപ്പെടണം എന്ന് കൃത്യമായിട്ട് സ്നാപക യോഹന്നാൻ പ്രഖ്യാപിച്ചു. എന്നിട്ട് ഏതു വഴി, എങ്ങനെയുള്ള വഴി, എങ്ങോട്ടുള്ള വഴി എന്നുള്ളത് കൃത്യമായിട്ട് സ്നാപക യോഹന്നാൻ നമ്മളോട് പറയുകയാണ്. അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കപ്പെടേണ്ട വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയത്തിങ്കിലേക്കുള്ള വഴിയാണ് നമ്മൾ ഒരുക്കേണ്ടത്. ഈ ക്രിസ്മസ് കാലയളവ് നമ്മളെ ക്ഷണിക്കുന്നതും ഹൃദയത്തിൻ്റെ ഒരു അനുതാപത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ പരിവർത്തനത്തിൻ്റെ മേഖല. ക്രിസ്മസിനോടനുബന്ധിച്ച് പലരും പലതരത്തിൽ ഒരുങ്ങുന്നുണ്ട്, ശരിയല്ലേ? ചിലരൊക്കെ വളരെ കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്നുണ്ട്. ഇറച്ചി വേണ്ട, മീൻ വേണ്ട, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും വേണ്ട, 25 ദിവസത്തേക്ക് പലതരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. വളരെ നല്ല കാര്യം. നീ ചിന്തിക്കുക, നിന്റെ ജീവിതത്തിൽ ബാഹ്യമായി നീ എടുക്കുന്ന ഈ ഒരുക്കങ്ങൾ വളരെ നല്ലത്. എന്നാൽ ഇത് നിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടോ? നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ടോ? സ്നാപക യോഹന്നാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ളതെന്നറിയോ? പാപമോചനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്ന വഴിയൊരുക്കം. സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്ന വഴിയൊരുക്കം. കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ രോഗിയുമായി സംസാരിക്കാൻ അവസരം കിട്ടി. വല്ലാത്ത വേദനയാണ് ഈ വ്യക്തിക്ക്. കഴിഞ്ഞ 3-4 മാസങ്ങളായി സീരിയസ് ആയിട്ട് കിടപ്പാണ്. വല്ലാത്ത ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു സഹോദരനാണ്. അപ്പം ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നവംബറിൻ്റെ അവസാന ദിനങ്ങളിലാണ് ഇദ്ദേഹത്തെ കണ്ടത്. അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇത്തവണത്തെ ക്രിസ്മസിന് ഒരുങ്ങുന്നത് ഒരു വ്യത്യസ്തമായ ശൈലിയിലാണ്. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ്? ഈ കിടപ്പിനിടയിൽ, രോഗപീഠയിടയിൽ വല്ലാണ്ട് വേദന കൊണ്ട് വിഷമിക്കുമ്പോൾ എന്തൊരുക്കം? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ കുറേ അധികം ബന്ധങ്ങളിൽ വല്ലാണ്ട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഈ കിടപ്പിനിടയിൽ ഞാൻ കഴിഞ്ഞ നാളുകളെ കുറിച്ചൊക്കെ ചിന്തിച്ചു. കുറേ അധികം ബന്ധങ്ങൾ എനിക്ക് അറ്റുപോയി. സത്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട ചില ആളുകളെ പോലും ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമാണ് എനിക്ക് ഈ ക്യാൻസർ രോഗം ഉണ്ടെന്നറിഞ്ഞത്. ഇതെന്നെ വല്ലാതെ തളർത്തി. പക്ഷേ ആരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ഒരു സഹോദരൻ എൻ്റെ വീടിനടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തെയൊന്നും ഞാൻ അറിയിച്ചില്ല. എൻ്റെ മാതാപിതാക്കൾ നാട്ടിലാണ്, ഇദ്ദേഹം ഡൽഹിയിലാണ്. എൻ്റെ മാതാപിതാക്കൾ നാട്ടിലാണ്, അവരെ ഒന്നും അറിയിച്ചില്ല. അങ്ങനെ ഞാൻ അറിയിക്കാതെ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ സഹോദരൻ്റെ കുടുംബത്തെ ഒന്ന് അറിയിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യയോട് സംസാരത്തിനിടയിൽ പറഞ്ഞു, ചില രോഗപീഠകളൊക്കെ ഉണ്ട്. അവസാനം സംസാരിച്ച് ക്യാൻസർ ആണെന്നുള്ള കാര്യവും അവരോട് പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, ആരോടും പറയല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഇവരെന്ത് ചെയ്തെന്നറിയൂ? അവരുടനെ തന്നെ വലിയ വായിൽ നിലവിളിച്ച് കേരളത്തിലുള്ള പ്രായമായ മാതാപിതാക്കളെ അറിയിച്ചു.
ഇതാർക്ക് സങ്കടമായി? നമ്മുടെ ഈ ക്യാൻസർ രോഗിക്ക് സങ്കടമായി. അപ്പോൾ പിന്നെ കേരളത്തിൽ അറിഞ്ഞു, മാതാപിതാക്കൾ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. ഇദ്ദേഹത്തിന് ഫോൺ വിളി. ഇദ്ദേഹം പറയാണ്, അച്ഛാ, ഞാൻ അന്ന് മനസ്സുകൊണ്ട് ആ സഹോദരനെയും കുടുംബത്തെയും ഞാൻ വെറുത്തച്ഛാ. ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ട് അവരത് പറഞ്ഞില്ലേ അച്ഛാ? ഞാൻ പറഞ്ഞു, അതുവഴി അവർ പ്രാർത്ഥിക്കില്ലേ? അറിയുന്നവരൊക്കെ പ്രാർത്ഥിക്കില്ലേ? പക്ഷെ അതല്ല അച്ഛാ, ഒരു കാര്യം പറഞ്ഞിട്ട് അവരത് അനുസരിച്ചില്ലല്ലോ. അവരത് എല്ലാവരോടും പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഒരു പരിഹാസപാത്രമാക്കിയില്ലേ? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ചേട്ടാ, അവരെല്ലാവരും പ്രാർത്ഥിച്ചില്ലേ? ആ കുടുംബം അവരുടെ ഉള്ളിലുള്ള സങ്കടം കൊണ്ടല്ലേ അവർ നാട്ടിലൊക്കെ പറഞ്ഞത്. നിങ്ങളെ ഉപേക്ഷിക്കാനോ നിങ്ങളെ കളിയാക്കാനോ അല്ലല്ലോ. ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ. എന്നിട്ട് ഇദ്ദേഹം എന്നോട് പറയുകയാണ്, അച്ഛാ, ഞാൻ അങ്ങനെ മാറ്റി നിർത്തിയിട്ടിരുന്ന കുടുംബം, ആ കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ടവരാണ് അവരെ ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചു. അച്ഛാ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. അന്നത്തെ സംസാരത്തിന് ശേഷം മനസ്സുകൊണ്ട് വെറുപ്പായിരുന്നു ഞാൻ അവരോട് സംസാരിച്ചു. അങ്ങനെ ഒരു ബന്ധം, അങ്ങനെ പല ബന്ധങ്ങളെ അച്ഛാ ഞാൻ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ കിടപ്പിനിടയിൽ. അച്ഛാ, എൻ്റെ ഉള്ളിൽ ലഭിക്കുന്ന വലിയൊരു സ്വസ്ഥതയുണ്ട്. കഴിഞ്ഞ കുറേ നാളായിട്ട് അച്ഛാ എനിക്ക് ഉറക്കമില്ലായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ എനിക്ക് നല്ല ഉറക്കം. ശരീരത്തിന് വേദനയുണ്ട്, ക്യാൻസറിൻ്റെ രോഗപീഠ, പക്ഷേ അച്ഛാ എനിക്ക് നല്ല സ്വസ്ഥതയുണ്ട്. അച്ഛാ, ഇങ്ങനെയാണ് ഞാൻ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്നത്. ഞാൻ ഒരുങ്ങുന്നത് എൻ്റെ പുറമേ നിന്നുള്ളതല്ല. ഇക്കാലം അത്രയും ഇറച്ചി വേണ്ട, മീൻ വേണ്ട, അങ്ങനെ പലതും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ബാഹ്യമായി ഒരുങ്ങി. എന്നാൽ ഇത്തവണത്തെ ക്രിസ്മസ് ശരീരത്തിൽ ഞാൻ ഈ ക്യാൻസറിൻ്റെ നൊമ്പരം പേറുമ്പോൾ അച്ഛാ, ഹൃദയത്തിനുള്ളിൽ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് അറ്റുപോയ എല്ലാ ബന്ധങ്ങളെയും ചേർത്തുകൊണ്ടാണ് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപയോഹന്നാൻ നിന്നോട് പറയുന്നു, വഴിയൊരുക്കുവിൻ, കർത്താവിന് ഹൃദയത്തിങ്കിലേക്കുള്ള വഴിയൊരുക്കുവിൻ. ഈ കാലഘട്ടത്തിൽ വഴിയൊരുക്കേണ്ട നമ്മുടെ ദൗത്യത്തിൽ നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. ദൈവം നമ്മുടെ മുമ്പിൽ തരുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. ആത്മീയമായി വളരാനുള്ള ഒട്ടനവധി അവസരങ്ങൾ ദൈവം നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണ്ടേ? ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് വചനം കേൾക്കുന്നവരുണ്ടല്ലോ. ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം ശ്രദ്ധിക്കാനും വചനം നിന്റെ ജീവിതത്തിൽ എപ്രകാരം ഇടപെടുന്നുവെന്ന് ധ്യാനിക്കാനും നിനക്കൊരു കടമയില്ലേ? ആ കടമ പൂർത്തീകരിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കുന്ന ഒരവസരം നീ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെയൊക്കെ ഈ ഭാരതത്തിൽ ഇപ്പോൾ കൊറോണ വന്നു, മഹാമാരിയുടെ ദുരിതം, ലോക്ക്ഡൗൺ, കഷ്ടപ്പാട്, അങ്ങനെ പലതും ആയിരുന്നു. അപ്പോൾ ദേവാലയങ്ങളൊക്കെ അടച്ചു, ഓൺലൈനിലൂടെ നമ്മുടെയൊക്കെ ശുശ്രൂഷകളൊക്കെ വർദ്ധിച്ചു. ഇപ്പോൾ സാവധാനം പല സ്ഥലങ്ങളിലും ദേവാലയങ്ങളൊക്കെ തുറന്നു. ഇപ്പം ഞങ്ങളായിരിക്കുന്ന ഈ ഡൽഹി ധ്യാന കേന്ദ്രം, ഞങ്ങൾ ഓഗസ്റ്റ് മാസത്തോടുകൂടി ഇവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ആരംഭിച്ചു. പബ്ലിക്കായിട്ട് ജനത്തിനൊക്കെ വരാം, പക്ഷെ അതിൻ്റേതായിട്ടുള്ള കോവിഡിൻ്റെ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച്. ഈ ധ്യാനകേന്ദ്രത്തിനടുത്ത് താമസിക്കുന്ന ഒരു കുടുംബം, ഞാൻ ആ കുടുംബത്തിലെ അംഗങ്ങളെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ആരംഭിച്ചു, എന്താ നിങ്ങൾ വരാത്തെ? നിങ്ങൾ വേറെ എവിടെയെങ്കിലും കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ടോ? ഓ ഇല്ലച്ചാ, കോവിഡൊക്കെ അല്ലേ, ഈ മഹാമാരിയൊക്കെ തീർന്നിട്ട് വരാം. ഇപ്പം അത്യാവശ്യം ഓൺലൈനിലൊക്കെ ശുശ്രൂഷകളൊക്കെ ഉണ്ടല്ലോ. സംസാരിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഡൽഹിയിലുള്ള പല ഷോപ്പിംഗ് മാളുകളിലും ഇവർ കുടുംബസമേതം വൈകുന്നേരങ്ങളിലൊക്കെ കറങ്ങാൻ പോകുന്നു, പാർക്കിലൊക്കെ പോയി ഇരിക്കുന്നു. അങ്ങനെ സാധാരണമായ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പോകുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്തുള്ള ഒന്ന് നടന്നു വന്ന് ചേരാവുന്ന ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ, വിശുദ്ധ കുർബാന നാവിൻ തുമ്പിൽ സ്വീകരിക്കാൻ, ഒന്ന് കുമ്പസാരിക്കാനുള്ള അവസരം അവർക്ക് താല്പര്യമില്ല. അവർ പറയാണ് ഓൺലൈനൊക്കെ പോരെ. ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത, നിനക്ക് ദൈവം തരുന്ന ആത്മീയമായി വളരാൻ കിട്ടുന്ന അവസരങ്ങൾ നീ ഉപയോഗിക്കുന്നുണ്ടോ? തിരക്കിനിടയിൽ ദൈവത്തെ നമുക്ക് കൈമോശം വരുന്നുണ്ടോ? എല്ലാവർക്കും തിരക്കല്ലേ, അല്ലേ?
സാധാരണഗതിയിലേക്ക് ജീവിതം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പലരും പല തിരക്കുകളിലാണ്. ചിലർക്ക് 24 മണിക്കൂർ പോരാ, അതിനു മാത്രം തിരക്കാണ്. അപ്പൊ ഈ തിരക്കിനിടയിൽ എന്താണ് കൈമോശം വരുന്നത്? ലൂക്കാസ് വിശേഷത്തിൽ 2-ാം അധ്യായം 41 മുതലുള്ള വചനം, ബാലനായ യേശു ദേവാലയത്തിൽ എന്നാണ് ലൂക്കാസ് വിശേഷം കൊടുത്തിരിക്കുന്ന ഹെഡിങ്. സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം. തിരുനാളിന്റെ തിരക്കിനിടയിൽ ആ കുടുംബത്തിന് കൈമോശം വന്നത് എന്താ? തിരക്കിനിടയിൽ കൈമോശം വരുന്നത് നിന്റെ ദൈവത്തെയാണോ? ഈ തിരക്ക് എന്താ ഒന്ന് അവസാനിക്കുന്നേ? ദൈവം തരുന്ന ആത്മീയമായി വളരാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. ഞാനിത് പറയുമ്പോൾ ചില കുടുംബങ്ങളൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടി അവർ പങ്കുവെച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? അച്ഛാ, ഞങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ക്രിസ്തീയ കുടുംബമല്ലേ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു, പക്ഷെ ഒരു ഐശ്വര്യമില്ല അച്ഛാ, ജീവിതമൊന്നും പച്ച പിടിക്കുന്നില്ല, ഒരു മെച്ചമില്ല. സംസാരിച്ചു വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എത്ര കൊന്ത ചെല്ലും ഒരു ദിവസം? ഓ അച്ഛാ, അത് കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ, എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഒന്നും ഇല്ല അച്ഛാ, ഞായറാഴ്ച ഞങ്ങൾ മുടക്കിയല്ല. അത് ശരി, വ്യക്തിപരമായി കൊന്ത ചെല്ലുന്നില്ല, കുടുംബ പ്രാർത്ഥന അതും തന്നെ ഞായറാഴ്ചകൾ കഷ്ടിമുഷ്ടി. വീണ്ടും പല ചോദ്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥ വചനവായനയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രാർത്ഥനാ ശൈലികളോ ഒന്നുമില്ല. എന്നിട്ട് ഇവർ പറയണത്, അച്ഛാ ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്, ഞങ്ങളൊക്കെ വലിയ ആളുകളാണ്. എല്ലാം ശരി, ദൈവം നിന്റെ മുമ്പിൽ തരുന്ന ആത്മീയമായി വളരാൻ കിട്ടുന്ന അവസരങ്ങൾ നീ ഉപയോഗിക്കുന്നുണ്ടോ? വളരെ പ്രസക്തമായ ചോദ്യം. ഈ ക്രിസ്മസ് കാലയളവിൽ കർത്താവ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്നോട് ചോദിക്കുന്നില്ലേ? പല അനുഭവങ്ങളിലും പല ശുശ്രൂഷ അവസരങ്ങളിലും പല വചനധ്യാന ചിന്തകളിലുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കുറേ തരത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം കിട്ടിയില്ലേ? അല്പം കൂടെ പ്രാർത്ഥിക്കാൻ, ദിവസവും വചനം വായിക്കാൻ, വ്യക്തിപരമായിട്ട് കൊന്ത ചെല്ലാൻ, അല്പസമയം ശാന്തമായിട്ടിരുന്ന് ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കാൻ, അങ്ങനെ എന്തെല്ലാം അവസരങ്ങൾ കിട്ടി. എന്നിട്ട് എന്ത് സംഭവിച്ചു? എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്. ഞങ്ങളുടെ ഒരു ധ്യാനകേന്ദ്രത്തിന് അടുത്ത് വന്നവർ താമസിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? അവർക്ക് ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷയിൽ വളരണം, അതാണ് അവരുടെ വലിയ ആഗ്രഹം, തീഷ്ണമായ ആഗ്രഹമാണ്. അങ്ങനെ ഒത്തിരി ദൂരമുണ്ടായിരുന്ന ആ കുടുംബത്തിന്റെ തീഷ്ണത കൊണ്ട് ധ്യാനകേന്ദ്രത്തിന് അടുത്ത് വന്ന് താമസിച്ചു. അങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷകളിലൊക്കെ പങ്കുചേരുന്നു. ഇതിനിടയിൽ ഈ മനുഷ്യൻ ഒരു ചെറിയ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ബിസിനസ്സിലായി ശ്രദ്ധ. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ഓൺലൈൻ ബിസിനസ് വർദ്ധിച്ച് ഇപ്പോൾ ആ ധ്യാനകേന്ദ്രത്തിന്റെ ഗേറ്റ് കടന്ന് അകത്തോട്ട് പോകാൻ ഇദ്ദേഹത്തിന് സമയമില്ല. തിരക്ക് കൂടി, ബിസിനസ് വേണ്ടെന്നല്ല, മറിച്ച് നിനക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നീ ഉപയോഗിക്കുന്നുണ്ടോ? ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ മുമ്പിൽ കർത്താവ് പറയുന്നത് വഴി ഒരുക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വഴി ശരിയാക്കേണ്ട ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തിങ്കിലേക്ക് മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെ ഹൃദയത്തിങ്കിലേക്കും ദൈവത്തിന് കടന്നു വരാനുള്ള ഒരു വഴി ശരിയാക്കേണ്ട കടമ നമുക്കില്ലേ? മറ്റുള്ളവർക്ക് ദൈവത്തെ കൊടുക്കാനുള്ള ഒരു കടമ. വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ അപ്രകാരമുള്ള എന്തെല്ലാം സംഭവങ്ങളാണ് തെളിയുന്നത്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഗബ്രിയേൽ മാലാഹ ഒരു വഴി ഒരുക്കുന്ന ഒരു സാന്നിധ്യമായിരുന്നു. മുമ്പോട്ട് വായിച്ചു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ യേശുവിന് വഴി ഒരുക്കുകയാണ്. നക്ഷത്രം പൂജരാജാക്കന്മാർക്ക് വഴി ഒരുക്കുകയാണ്. മാലാഖമാര് ആട്ടിടയന്മാർക്ക് മുമ്പിൽ വഴി ഒരുക്കുകയാണ്. മറ്റുള്ളവർക്ക് ദൈവത്തെ അനുഭവിക്കുവാൻ നമ്മൾ വഴി ഒരുക്കുക. നിന്റെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് ദൈവത്തെ അനുഭവിക്കുവാൻ നീ വഴി ഒരുക്കണ്ടേ? അതെങ്ങനെ സാധിക്കും? ഒരുപക്ഷെ അതൊരു പുഞ്ചിരിയിലൂടെ ആവാം. ഒരു പുഞ്ചിരിയിലൂടെ, നമ്മുടെ കൊച്ചു സ്നേഹപ്രവർത്തികളിലൂടെ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ദൈവത്തെ അനുഭവിക്കട്ടെ. നമ്മുടെ ഓരോ പ്രവർത്തികളും അത്തരത്തിലുള്ളതായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിലും ദൈവ സാന്നിധ്യമുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ കൊച്ചു കേരളത്തിലെ ഒരു മതസമുദായത്തോട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിരുന്ന കുടുംബങ്ങളിലെ ഒരു ശൈലിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സന്ധ്യാസമയമാകുമ്പോൾ കുടുംബത്തിലുള്ള ആരെങ്കിലും വാതിൽ വന്ന്
അതാ റോഡ് സൈഡിൽ വന്നിട്ട് ചോദിക്കും, അത്താഴ പട്ടിണിക്കാർ ആരെങ്കിലും ഉണ്ടോ? പണ്ടുണ്ടായിരുന്നൊരു പാരമ്പര്യമാണ്. പല കുടുംബങ്ങളിലും ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അത്താഴ പട്ടിണിക്കാർ ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായൊരു ചോദ്യമാണ്. എന്താ ചോദ്യത്തിൻ്റെ അർത്ഥം? ഈ ഗ്രാമത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും വിശപ്പ് ഞാൻ മാറ്റിക്കൊള്ളാമെന്നാണോ? അല്ലല്ലല്ല, അങ്ങനെയല്ല. മറിച്ച് എൻ്റെ ഈ സ്വരം കേൾക്കുന്ന ചുറ്റുവട്ടത്ത് ആരെങ്കിലും അത്താഴം കഴിക്കാതെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ അത്താഴം തന്നുകൊള്ളാം. അത്താഴ പട്ടിണിക്കാർ ആരെങ്കിലും ഉണ്ടോ? നല്ല സുന്ദരമായ പാരമ്പര്യത്തിൻ്റെ ചോദ്യം. നമ്മളൊക്കെ ഈ കാലയളവിൽ ചോദിക്കേണ്ട ചോദ്യം. സാധു കൊച്ചുകുഞ്ഞു ഉപദേശത്തെക്കുറിച്ചൊക്കെ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അതിലൊരു കാര്യം ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ അദ്ദേഹം എഴുതി വച്ചിരുന്നത്രേ, ഈ വഴിയിൽ ആരെങ്കിലും വിശന്ന് യാത്ര ചെയ്യുന്നെങ്കിൽ മടിക്കണ്ട, ദാ ഈ കൊച്ചു ഭവനത്തിലേക്ക് സ്വാഗതം, ഈ കൊച്ചു ഭവനത്തിലേക്ക് സ്വാഗതം. മദർ തെരേസയെ കുറിച്ചൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പുസ്തകമാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും മനോഹരമായിട്ടുള്ളത്, അല്ലേ? എത്ര സുന്ദരമായിട്ടുള്ളൊരു പുസ്തകമാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. മദർ തെരേസയെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നല്ല പുസ്തകം. ചെയ്ത പ്രവൃത്തികളൊക്കെ ദൈവത്തിൻ്റെ മുഖം കണ്ടിട്ടാ. മദർ തെരേസയുടെ പുഞ്ചിരി ആരെ കണ്ടിട്ടാ? ഒരു മനുഷ്യൻ മുമ്പിൽ കാണുമ്പോൾ ആ വ്യക്തിക്ക് ഒരു നന്മ ചെയ്തു കൊടുക്കുന്നത് ആരെ കണ്ടിട്ടാ? ദൈവത്തിൻ്റെ മുഖം കണ്ടിട്ടാ. അങ്ങനെയെങ്കിൽ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക്, എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടുന്ന മേഖലകളിൽ ദൈവത്തെ പങ്കുവയ്ക്കുവാനുള്ള ഒരു വഴി. സ്നാപയോഹന്നാൻ നമ്മളോട് ഈ കാര്യമാണ് ഇതാ ശക്തമായിട്ട് ആവർത്തിച്ചു പറയുന്നത്. വഴി ഒരുക്കുവിൻ, വഴി ഒരുക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിങ്കിലേക്കുള്ള വഴി മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്കുള്ള വഴിയും ശരിയാക്കാനുള്ള ഒരു കടമ നിനക്കുണ്ട്. ഒരുപക്ഷെ ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മനസ്സിലെ ചിന്ത, എനിക്കെന്തുണ്ടായിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? നിന്റെ സമ്പത്തോ, നിന്റെ മാനുഷിക കഴിവുകളോ, നിന്റെ ജീവിതത്തിൽ പാരമ്പര്യമായിട്ട് കിട്ടിയത് ഒന്നും വേണ്ട. നിന്റെ ഒരു പുഞ്ചിരി മതിയാവും. ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കേൾക്കാനുള്ള ഒരു കൃപയുണ്ടായാൽ മതി. നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവത്തെ കൊടുക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് കാലയളവിൽ സ്നാപക യോഹന്നാൻ പ്രസംഗിച്ച പ്രസംഗം, മരുഭൂമിയിലെ സുന്ദരമായ കൺവെൻഷൻ എന്തായി മാറും? കൺവെൻഷനായിട്ട് അവസാനിക്കാതെ ഒരു കൺവേർഷനിലേക്ക് അതെത്തും. അതായിരുന്നു സ്നാപക യോഹന്നാന്റെ പ്രസംഗം കേട്ടവരൊക്കെ കേട്ടിട്ട് തിരിച്ചു പോവുകയല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ അതിശക്തമായ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തി കൺവേർഷനിലേക്ക് നയിച്ചു. കൺവെൻഷൻ ഈ കാലഘട്ടത്തിൽ പലതും കേട്ട് അവസാനിക്കുമ്പോൾ ദാ സ്നാപക യോഹന്നാൻ പറയുന്നു, വെറും കേട്ട് കടന്നു പോകാനല്ല, മറിച്ച് നിന്റെ സ്വഭാവത്തിൽ ഒരു കൺവേർഷൻ, ഒരു മാറ്റം, മാനസാന്തരത്തിന് സമയമായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വഴിയാണ് പ്രശ്നം, അല്ലേ? ഈ സമയമൊക്കെ നമ്മൾ സംസാരിച്ചത് വഴിയെക്കുറിച്ചാണ്. എന്തു വഴി? ദൈവത്തിന് വഴി കൊടുക്കണം, നമ്മുടെ ഹൃദയത്തിങ്കിലേക്കുള്ള വഴി, അതോടൊപ്പം മറ്റുള്ളവരിലേക്കുള്ള വഴി. അതിനുള്ള കൃപ സമർത്ഥമായിട്ട് ദൈവം ചൊരിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.